ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ PV അൻവർ MLA അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിലായത് കരുളായിയിലെ മണി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധം, അത് ഒരു DFO ഓഫീസ് അടിച്ചു തകർത്തു എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള FIR. പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ഈ രാത്രിയിൽ വലിയ പോലീസ് സന്നാഹം ഒതായിയിലെ വീട്ടിലെത്തി PV അൻവർ MLA കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഇതൊരു ഭരണകൂട ഭീകരതയാണ്. PV അൻവറോട് ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതോട് സർക്കാരിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഒരു ജനപ്രതിനിധിയായ ഒരു MLA അർദ്ധരാത്രിയിൽ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് CPM ആണെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് CPM-നെ എതിർക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നിലപാട്, ആ നിലപാടിനോട് അംഗീകരിക്കാൻ നിവർത്തിയില്ല. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എത്രയോ പേരെ ഇപ്പം PDPP ആക്ട് അനുസരിച്ചും മറ്റ് കാര്യങ്ങൾക്കനുസരിച്ചും അറസ്റ്റ് ചെയ്യണം. ഒരു MLA അല്ലേ, ഇതൊക്കെ പറഞ്ഞാലും ആ MLA ഒളിച്ചു പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് PV അൻവർ ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുമോ യോജിക്കുന്നില്ലയോ എന്നുള്ള വേറൊരു പ്രശ്നം. പക്ഷേ പോലീസ് അതല്ല നോക്കേണ്ടത്, നിയമപരമായാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. പോലീസിന്റെ ഈ നടപടി PV അൻവർ MLA അല്പസമയം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു നോട്ടീസ് കിട്ടിയാൽ ഞാൻ വരുമായിരുന്നല്ലോ, എന്നെ പിടിക്കാൻ ഒരു DYSP-യുടെ നേതൃത്വത്തിൽ ഒരു വലിയ പോലീസ് സന്നാഹം ഈ വീടിനെ വളയുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം അർത്ഥവത്താണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, സ്വന്തം മണ്ഡലത്തിലെ ഒരു ആദിവാസി യുവാവിനെ കാട്ടാനെ ആക്രമിച്ചതും മണിക്കൂറുകൾ ഇൻക്വസ്റ്റ് നടത്താതെയും പോസ്റ്റ്മോർട്ടം നടത്താതെയും ഇരുന്ന സാഹചര്യം ഉണ്ടാവുന്നതും 9 ദിവസത്തിനുള്ളിൽ 6 പേർ കാട്ടാനാക്രമണത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ കൊല്ലപ്പെട്ടതും PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ കോതമംഗലത്ത് ഇതുപോലെ 2 MLA മടിയും നമ്മുടെ മാത്യു കൊല്ലനാടൻ ഉൾപ്പെടെയുള്ള 2 MLA-മാരും മുഹമ്മദ് ഷിയാസും അന്ന് സത്യാഗ്രഹം ഇരുന്നപ്പോൾ ഞാൻ അവരോടൊപ്പം സത്യാഗ്രഹം ഇരുന്ന ആളാണ്. അവിടെ കാട്ടാന കുത്തിയൊരു സ്ത്രീ മരിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ അത് അന്ന് അവിടെ MLA അറസ്റ്റ് ചെയ്യാൻ എല്ലാം ശ്രമിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാഞ്ഞത്. സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണമാണല്ലോ അത്. അതെ, അന്ന് കോതമംഗലത്ത് മാത്യു കൊല്ലനാടനെയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ MLA അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു. ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ട് സത്യാഗ്രഹം ഇരുന്നുകൊണ്ടാണ് അന്ന് അറസ്റ്റ് ചെയ്യാഞ്ഞത്. ഇതൊക്കെ തെറ്റായ നടപടിയാണ്. ഇത് ശ്രീ PV അൻവർ MLA-ക്ക് താങ്കൾ ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ? രാഷ്ട്രീയ പിന്തുണയല്ല. പിന്തുണയുടെ ക്വസ്റ്റ്യൻ അല്ല അരുൺ. ഇതിനകത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ ഈ തെറ്റായ നടപടിയാണ്. ഇവിടെ ഒരു ജനപ്രതിനിധിയല്ല, സാധാരണക്കാരനാണെങ്കിലും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട, ഒരു സ്വാഭാവിക പ്രതികരണത്തിൽ നിന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്താവശ്യമാണ് ഇവിടെ ഉള്ളത്? അപ്പം ഭരണകൂട ഭീകരതയാണ് ഇവിടെ കാണുന്നത്. അതും അർദ്ധരാത്രിയിൽ മാത്രവുമല്ല, ഇന്ന് 11 മണിക്കൊരു സംഭവം നടക്കുന്നു. ഇതൊന്നും തന്നെ മറ്റുള്ളവരുടെ പല കാര്യങ്ങളിലും കാണാനുമില്ല, ഈ ശുഷ്കാന്തി ഒന്നും. അതാണ് റോഡ് മുഴുവൻ വളഞ്ഞു കെട്ടി ഗതാഗത തടസ്സം ഉണ്ടാക്കിയ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പേരിൽ കേസ് പോലും എടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെ തെറ്റായ നടപടിയാണ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാം എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് ആ ചോദ്യം ഒന്ന് ആവർത്തിക്കുന്നു അങ്ങയോട്. ധാർമ്മികമായ ഒരു പിന്തുണയുണ്ടോ താങ്കൾക്ക് ഒരു MLA രാത്രി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്? അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യം അല്ല, ധാർമ്മികമാണ്, ഞാൻ രാഷ്ട്രീയമല്ല ചോദിച്ചത്. അത് രാഷ്ട്രീയവും ധാർമ്മികവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ ഞാൻ ആളല്ല. വ്യക്തമാണ്, അറസ്റ്റ് ചെയ്ത നടപടിയോട് യോജിക്കാനാവില്ല, ഭരണകൂട ഭീകരതയാണ്. അതെ അതെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഭരണകൂട ഭീകരതയാണ്, എന്നാൽ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യം തനിക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ വിഷയം ഇപ്പോൾ UDF ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ അദ്ദേഹത്തിന്റെ ജനകീയ യാത്രയിൽ വിവിധ DCC പ്രസിഡന്റുമാരെയും ലീഗിലെ മുതിർന്ന നേതാക്കളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചിരുന്നുവെങ്കിലും അവർക്കാർക്കും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്ത റിപ്പോർട്ടർ TV-യാണ് ആദ്യം പുറത്തുവിട്ടതും. ഇപ്പോൾ ജനകീയ യാത്ര അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ PV അൻവർ MLA അറസ്റ്റിലാകുന്നത്. ഇന്ന് 11 മണിക്ക് നിലമ്പൂരിൽ DFO ഓഫീസ് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 24 മണിക്കൂറിന് മുൻപ് തന്നെ PV അൻവർ MLA അറസ്റ്റിലായിരിക്കുന്നു. 11 പേർക്കെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്.